and I encourage all students to actively participate in these sections and make it a productive one. Once again, I welcome you all to this section. Thank you. നിങ്ങൾക്ക് കൂടി താല്പര്യമുള്ള എന്നാൽ ഒരു പ്രോജക്റ്റായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഏരിയ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അപ്പം അതിൽ റിസർച്ച് നടത്തണം, റിസർച്ച് നടത്തണം, ഡാറ്റ കളക്റ്റഡ് ആയിട്ടുള്ള ഈ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്ത രീതിയിലുള്ള പ്രോജക്റ്റുകൾ ചെയ്യാനുള്ള സ്റ്റുഡൻസ് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ അനാലിസിസ്, ഓൾറെഡി കളക്റ്റഡ് ആയ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പോൾ RBI ഡാറ്റ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡാറ്റ, അത് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ്സിലൊക്കെ ലഭിക്കുന്ന ഡാറ്റകളാണ്. ആ ഡാറ്റകൾ വെച്ച് അനലൈസ് ചെയ്ത് നമ്മൾ മീനിങ് ആയ ഇൻ്റർപ്രിറ്റേഷൻസ് ചെയ്യാൻ പറ്റാവുന്ന ഏരിയകളുണ്ട്. പിന്നെ എങ്ങനെ നമുക്ക് ബെസ്റ്റ് പ്രാക്ടീസ് ഏത് രീതിയിൽ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എങ്ങനെ ഏത് സ്ട്രാറ്റജീസ് ഉപയോഗിക്കണം, പ്രത്യേകിച്ച് ഗൂഗിൾ ഫോമൊക്കെ ഉപയോഗിച്ച് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് കൊടുക്കും. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ബൈക്കിൻ്റെ ഒരു സർവേ, ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ സർവേ ഉദാഹരണത്തിന് നിങ്ങൾ എന്ത് ചെയ്യും, 5 ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്ന ആളെ കണ്ടെത്തും, അവരോട് സർവേ നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും, 5നെ നിങ്ങൾ 50 ആക്കും. ഡാറ്റ അങ്ങനെ എസ്കലേറ്റ് ചെയ്തിട്ട് ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു അനുഭവം നഷ്ടപ്പെടുന്നു, റിയൽ ആയിട്ടുള്ള കൺക്ലൂഷൻ നഷ്ടപ്പെടുന്നു. ഒരു എന്ത് കാര്യം ചെയ്യുന്നതിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രസൻറ്റേഷൻസ് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമുക്കൊരു സ്റ്റാറ്റ്യൂട്ടറി ഒരു വൈവ മാത്രമേ ഉള്ളൂ. ഒരു എക്സ്റ്റേണലായ അധ്യാപകൻ ഒരു ഇന്റേണലായ ടീച്ചേഴ്സിലേക്ക് ഡിസ്കസ് ചെയ്തിട്ട് എന്നുണ്ടാവും. നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും, അതിൻ്റെ സ്ട്രക്ചർ ലേറ്റസ്റ്റ് സ്ലൈഡ്സ് ഉണ്ട്, അത് വെച്ച് നിങ്ങൾ അസസ് ചെയ്യും. അത്രയേ ഉള്ളൂ. നിങ്ങൾ പ്രോജക്ട് സിനോപ്സിസ് പ്രസൻറ്റേഷൻസ് ഒക്കെ ഒരു പാർട്ട് ഓഫ് ദ അതായത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, മെത്തഡോളജി, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രസൻറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഡാറ്റാബേസസ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ക്വാണ്ടിറ്റേറ്റീവ് ആയ ഡാറ്റാസാണ് നമ്മൾ ഉപയോഗിക്കുക. ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ അനലൈസ് ചെയ്ത് മീനിങ്ഫുൾ ആയ ഇൻ്റർപ്രിറ്റേഷൻസ് നടത്തും. ഇപ്പോൾ ടിപ്പിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രീവിയസ് പ്രോജക്റ്റ് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അതാണ് ഡിക്ലറേഷൻ ഓഫ് സ്റ്റുഡൻറ് സർട്ടിഫിക്കറ്റ്. ഓർഗനൈസേഷനിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ സർട്ടിഫിക്കറ്റ്. മിക്കവാറും ഒരു ഓർഗനൈസേഷൻസും നിങ്ങളെ വെൽക്കം ചെയ്യാൻ താല്പര്യപ്പെടില്ല. കാരണം നിങ്ങൾക്ക് സംബന്ധിച്ച് ഒരു ആവശ്യമാണ്, അവർക്കത് ഒരു അനാവശ്യമാണ്, ഒരു ഡിസ്ട്രാക്ഷൻസ് ആണ്. അനാവശ്യമായിട്ട് നിങ്ങൾ അവിടെ കയറി വരുന്നു, ഓരോ കാർഡ് കഴിക്കുന്നു, അത് അവർക്ക് ഇഷ്ടമില്ല. നിങ്ങൾ ബന്ധവും വല്ല പരിചയങ്ങളോ ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓർഗനൈസേഷൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സർവർ ബേസ്ഡ് ഡാറ്റ നമ്മൾ വെച്ച് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ടെക്നോളജീസ്, പിന്നെ അതിൻ്റെ ഒരു കണ്ടൻസ്, അതിൽ ഇൻട്രൊഡക്ഷനിലാണ് റിസർച്ച് പ്രോബ്ലം, മെത്തഡോളജി, കാര്യങ്ങളൊക്കെ അതിൽ ഫസ്റ്റ് ചാപ്റ്ററിലാണ് കൊടുക്കുക. ഇത് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്ത കോമൺ ഗൈഡ് ലൈൻസ് സിലബസിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ റിവ്യൂ ലിറ്ററേച്ചർ, പിന്നെ ഒരു ഡാറ്റ അനാലിസിസ് നമുക്ക് ഒരു ചാപ്റ്ററിലായിട്ട് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡീൽ ചെയ്യാം. പിന്നെ അതിൻ്റെ ഫൈൻഡിങ്സ്, സജഷൻസ്, കൺക്ലൂഷൻസ്, പിന്നെ അപ്പൻഡിക്സ്, അതുപോലെ തന്നെ ബിബ്ലിയോഗ്രഫി, വെബ് ബിബ്ലിയോഗ്രഫി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള ബുക്സിൻ്റെ ഒക്കെ ബിബ്ലിയോഗ്രഫി നമുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസുകൾ ഞാൻ 2 വർഷം ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും അവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ പലപ്പോഴും പല ബാങ്കിൽ കണ്ടെത്തിയിട്ടുണ്ട്, പല ബിസിനസ് ആളുകൾ നടത്തുന്നവരായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. കളർ ഹൗസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം, കളർ ഹൗസ്, ഞാൻ എൻ്റെ ഇവിടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. കളർ ഹൗസ്, പിന്നെ നന്ദിമുത്ത് ഗ്രൂപ്പിലെ മക്കളുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാരൊക്കെ ആരെങ്കിലും ബിസിനസ് അവിടെ നടത്തുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എംപ്ലോയിഡ് ആയിട്ട് നാട്ടിലോ വിദേശത്തോ
ഒക്കെ ജോലി ചെയ്തവരായിരിക്കും. ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ വന്ന് പഠിച്ച പല ആൾക്കാരും കാനഡയിലാണ്. സാലറിയിൽ അവരുടെ പെർക്സിറ്റ്സിൻ്റെ അതുപോലെ തന്നെ അവരുടെ മറ്റ് അനുബന്ധമായിട്ടുള്ള ജോലി സാഹചര്യങ്ങളിൽ ഒക്കെ ഉള്ള സാറ്റിസ്ഫാക്ഷൻ. പിന്നെ പ്രോഡക്റ്റ് പ്രിഫറൻസ്, ഏത് ബ്രാൻഡാണ് പ്രിഫർ ചെയ്യുന്നത്, ബ്രാൻഡ് പ്രിഫറൻസ്, പ്രോഡക്റ്റ് പ്രിഫറൻസ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതൊക്കെ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഗോൾഡിലാണോ, ലാൻഡിലാണോ, അതോ ക്രിപ്റ്റോ കറൻസിയിലാണോ, അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസിന്റെ പ്രിഫറൻസ് സ്റ്റഡീസ് നടത്താറുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ ഇവാലുവേഷൻ. ഇപ്പോൾ ഞാൻ പൊതുവെ പറയുന്ന ഒരു രീതികളാണ്, അതായത് ഫിനാൻസ് ആണ് സ്പെഷ്യലൈസേഷനിൽ കുറച്ച് സ്റ്റുഡൻസെങ്കിലും ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തണം. നിങ്ങൾക്ക് ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്. ലിസ്റ്റഡ് കമ്പനീസിന്റെ എല്ലാതിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ട്സ് മുഴുവൻ പബ്ലിഷ് ചെയ്യും. അങ്ങനെ പബ്ലിഷ്ഡ് റിപ്പോർട്ട്സ് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കിട്ടും, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടും. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്ഥാപനത്തിലേക്ക് പോകണ്ട, നമുക്ക് ഈസി ആയിട്ട് ഡെസ്ക് വർക്ക് പോലെ, ഡെസ്ക്ടോപ്പ് വർക്ക് പോലെ ഇതൊക്കെ ചെയ്യാം. ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്ക് വേണ്ട, ഫെഡറൽ ബാങ്ക് ഒരു കോമൺ ക്രൈറ്റീരിയ ഉപയോഗിക്കുക. അതായത് തൃശ്ശൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള ബാങ്കുകൾ, ഹെഡ് ഓഫീസ് ഉള്ള ബാങ്കുകൾ ഏതൊക്കെ അറിയാം നിങ്ങൾക്ക്? ധനലക്ഷ്മി ബാങ്ക്, പിന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, പിന്നെ മലപ്പുറം ബാങ്ക് ആയിട്ട് NBFC ആണ്, CSB. തൃശ്ശൂർ ആസ്ഥാനമാക്കിയിട്ട് ഒറിജിനേറ്റ് ചെയ്ത ബാങ്കാണ് ഉദ്ദേശിച്ചത്. അപ്പൊ CSB ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്. ഇസാഫിൽ അറിയാൻ കുറച്ച് ഒരു 10 വർഷം അതിൻ്റെ ഒരു ലിസ്റ്റഡ് കേരള നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ബാങ്ക് എടുക്കാം. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, CSB, ധനലക്ഷ്മി ബാങ്ക്. 3 കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട്സ് കിട്ടുവെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഡാറ്റാസ് അനലൈസ് ചെയ്ത്, ഡാറ്റ വെച്ച് അനലൈസ് ചെയ്ത് പ്രോജക്റ്റ് തയ്യാറാക്കാൻ പറ്റും. ഏത് സെക്ടറോട് എടുക്കാം. moneycontrol.com എന്ന സൈറ്റ് അറിയോ നിങ്ങൾക്ക്? moneycontrol.com ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സിമന്റ് ഇൻഡസ്ട്രീസിനെ കമ്പയർ ചെയ്യണം. നമ്മൾ ഈസി ആയിട്ട് എല്ലാവർക്കും ജിമെയിൽ അക്കൗണ്ട് ഉണ്ട്. ആ ജിമെയിൽ അക്കൗണ്ടിൽ ഗൂഗിൾ ഫോംസ് ഉപയോഗിച്ച് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അനാലിസിസും എല്ലാവരും കിട്ടും. നമുക്ക് ഗൂഗിൾ ഫോം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. പിന്നെ ഗൂഗിൾ ഷീറ്റ് ഉണ്ട്. ഗൂഗിൾ ഷീറ്റ് എക്സലിലെ പോലെ ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. ഗൂഗിൾ ഷീറ്റ് ഉപയോഗിക്കുക, ഷീറ്റ് ഉപയോഗിച്ച് ഈസി ആയിട്ട് അനലൈസ് കാൽക്കുലേഷൻസ് ഒക്കെ അതിൽ ചെയ്യാൻ പറ്റും. പ്രസന്റേഷനും എക്സലും പവർ പോയിന്റും ഒക്കെ മതി. ടാബ്ലൂ, പവർ BI, പ്ലോട്ടിംഗ്, സീമോൺ ഇതൊക്കെ ഓൾറെഡി വലിയ സോഫ്റ്റ്വെയർ ഉണ്ട്, അതിലും ഓൾറെഡി ഉണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്യണം. എല്ലാവർക്കും ഒരു ലാപ്ടോപ്പോ ടാബോ ഉണ്ടോ? പണ്ടത്തെ കാലം തന്നെയല്ലോ, കോവിഡിന് ശേഷം എല്ലാവരുടെ കയ്യിലും ടാബും ലാപ്ടോപ്പൊക്കെ ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഉപയോഗിക്കണം, അല്ലാതെ പുറമെ സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്യുക. സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സൽ ഷീറ്റുകൾ ഉപയോഗിക്കുക. സ്പ്രെഡ്ഷീറ്റ്സ്, ഗൂഗിൾ ഷീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എക്സൽ ഷീറ്റ്. ഗൂഗിൾ ഷീറ്റാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഗൂഗിൾ ഷീറ്റ് അവിടെ എടുക്കും. എക്സൽ ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നെറ്റ് വേണ്ടാന്നുള്ളൊരു ഗുണം മാത്രമേ ഉള്ളത്. എക്സലും പവർഫുള്ളാണ്, ഗൂഗിൾ ഷീറ്റും നല്ലതാണ്. പിന്നെ അതുപോലെ വേർഡാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുക. വേർഡ് വളരെ പവർഫുള്ളാണ്. 10-25 വർഷമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് വേർഡ്. വേർഡ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് API സ്റ്റൈലായിട്ട് എടുക്കാം. പിന്നെ മാനുവലായിട്ട് ഇപ്പോൾ നമ്മുടെ ഡ്രോയിങ് ചാർട്ടിൽ ചാർട്ട് ഒരു A3 വലിപ്പത്തിനേക്കാൾ വലിപ്പമുള്ള ഡ്രോയിങ് നടത്തുന്ന ആൾക്കാർക്ക് അറിയാം. വലിയ ചാർട്ട്, ആ ചാർട്ട് വെച്ചിട്ട് നമുക്ക് കോഡ് ചെയ്യാം. ക്വസ്റ്റ്യർ എടുക്കുക, അതിൻ്റെ ഓപ്ഷൻസ് ജെൻഡർ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ജെൻഡർ മെയിൽ 1,
ഫീമെയിൽ 2, ട്രാൻസ്ജെൻഡർ 3 എന്ന് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ ചാർട്ടില് ക്വസ്റ്റ്യൻ നമ്പർ 1-ല് 1 2 1 2 എഴുതി കൊടുത്ത് നമുക്ക് ടോട്ടൽ കഴിഞ്ഞാൽ ചെയ്യാം. പണ്ട് കാലത്തൊക്കെ റിസർച്ച് ടീം അങ്ങനെ എഴുതിയിരുന്നത് വലിയ പേപ്പറിൽ ഞാൻ ചെയ്ത് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഓർഗനൈസേഷൻ കൺസെപ്റ്റ് ടൂൾസ് ഒക്കെ തുടങ്ങി ചെയ്യണമെങ്കിൽ മൈൻഡ് മാപ്പിംഗ് സോഫ്റ്റ്വെയർസ്, റഫറൻസ് മാനേജ്മെന്റ്, സൊട്ടേറോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. സൊട്ടേറോ ഇത് ബിബ്ലിയോഗ്രഫി എടുക്കാൻ സുഖം. അത് ഗൂഗിൾ ക്രോമില് എക്സ്റ്റൻഷൻ ആയിട്ട് ആഡ് ചെയ്യാം സൊട്ടേറോ. അത് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഈസിയായിട്ട് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിബ്ലിയോഗ്രഫി എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. അത് സൊട്ടേറോ ഉള്ള ഒരു എക്സ്റ്റൻഷൻ ഗൂഗിൾ ക്രോമിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെബ്സൈറ്റിൽ കുറച്ച് ഇൻഫോർമേഷൻ ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബിബ്ലിയോഗ്രഫി കയറി വരും. അത് പേജിൽ നിങ്ങളത് സമയത്ത് ഉപയോഗിക്കുന്നത് മാത്രം. സ്ട്രെസ് പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ്സിന്റെ ആവശ്യമില്ല. പ്രോപ്പർ അല്ലാതെ ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യും കോപ്പറേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള പ്രോജക്റ്റ് തലകെട്ടി മാറ്റി കൊണ്ടുവരുമ്പോഴാണ് സ്ട്രെസ് വരിക. ഒന്നും അറിയില്ലല്ലോ, പറയുമ്പോൾ കളന്ന് പിടിക്കുമെന്നുള്ള പേടി, മോഷിച്ച വസ്തുവല്ല. അപ്പോൾ സ്ട്രെസ് വരിക. പ്രോപ്പറായി ചെയ്താലും സ്ട്രെസ്സിന്റെ ആവശ്യമില്ല. സമയം, പണം, നിങ്ങൾക്ക് ചിലപ്പോൾ സർവ നടത്തുമ്പോൾ ആവേണ്ടി വരും, ഓർഗനൈസേഷൻ പോകേണ്ടി വരും. അതിനൊക്കെ യാതൊരു ഞാൻ PhD വർക്ക് ചെയ്തപ്പോൾ ഞാൻ 6 ജില്ലയിലാണ് സർവ നടത്തിയത്. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ. ഈ 6 ജില്ലയിൽ ഞാൻ പോയി താമസിക്കേണ്ടി വന്നു. അവിടെ സർവ നടത്തുന്നതായിട്ട് നിങ്ങളുടെ പ്രോജക്റ്റിന്റെ അത്രയും കാര്യമായ കാശുകളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈസ് കമ്പാരിറ്റീവ്ലി ഈസി ചെയ്യാം. ചില പ്രോജക്റ്റ് ഇപ്പോൾ അപ്പോളോ ടൈലേഴ്സ് പ്രോജക്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രോജക്റ്റ് ചെയ്യാൻ അനുവദിക്കുക അവര് 3,000 5,000 10,000 വരെ വന്നു അവിടെ സ്ഥാപനത്തിൽ നമ്മൾ കയറാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ല അതിന് ആവശ്യമില്ല, സെക്കൻഡറി ആയിട്ട് വെച്ച് ചെയ്യാം. ഈ ചിലർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ പിന്നെ പ്രമുഖ സ്ഥാപനത്തിൽ അത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവര് എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ കാശ് വെക്കുന്നത്. പിന്നെ അവർക്ക് റെവന്യൂ ആണല്ലോ. ഇപ്പോൾ 5,000 വെച്ച് കഴിഞ്ഞാൽ 50 പേര് വരുന്നത് 5 പേരെ വരുള്ളൂ. അപ്പോൾ അവർക്ക് കുട്ടികളെണ്ണം കുറയ്ക്കാനും പറ്റും, ഏകദേശം വർക്ക് ചെയ്യിപ്പിക്കാനും പറ്റും. അവർക്ക് റെവന്യൂ ആണ്. അങ്ങനെ ചില സ്ഥാപനങ്ങളുടെ പണം ഈടാക്കുന്നുണ്ട്. പിന്നെ ഈ പ്രോജക്റ്റ് ഇപ്പൊ ഞാനിവിടെ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് പലരും ടീച്ചറായിട്ടുണ്ട്. പേര് ചെറിയ ജോണി വർക്ക് ചെയ്തോ? ഞാൻ പഠിപ്പിച്ചതാണ്, ഉടനെ പഠിപ്പിച്ചതാണ്. അപ്പോ ജെറി ജോണിയുടെ ഫാദറിന് അവിടെ സിറ്റി സെന്ററിൽ അവർക്ക് എന്തെങ്കിലും ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇവന് അവന്റെ ഷോപ്പിലുള്ള പ്രോഡക്റ്റ് വെച്ച് ഒരു സഭ നടത്തിക്കൊണ്ടുവന്നു. എനിക്ക് ചോദിച്ചു പെന്നാണ് സഭത്തിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പെൻ പലതരം പേനകളെ കുറിച്ചിട്ടുള്ളത്. സാധാരണ പേനകളെ കുറിച്ചിട്ട് ആരും സർവ നടത്താറില്ല. അവന് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള പേനകളുടെ സർവയാണ്. അവൻ നമ്മുടെ കടയിൽ പഠിച്ച് ബിബിയോട് പഠിച്ചത്. ബിബി കഴിഞ്ഞിട്ട് അവന്റെ കടയിൽ ഫാദർ സാഹിബ് പോകുമ്പോൾ അവന്റെ കടയിലെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടൊരു സർവ നടത്തി ചെയ്തു. അവന് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാൻ പറ്റും. കാരണം അവൻ ഡെയിലി ചെയ്യുന്ന അറിയുന്ന കാര്യങ്ങളാണ്. പ്രോജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ കൂടി അനുഭവവേദ്യമായ ഒരു പ്രോജക്റ്റ് എടുത്താലും അത് ഇത് പറയാൻ വൈകി പറയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് നിങ്ങൾക്ക് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. നിങ്ങൾ യാതൊരു ബന്ധമില്ലാത്ത, നിങ്ങൾക്ക് യാതൊരു ഇഷ്ടമില്ലാത്ത ഒരു മേഖലയെ കുറിച്ചിട്ട് തറവ് നടത്തി കഴിഞ്ഞാൽ ഒരു ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അതായത് നിങ്ങളൊരു കോഴ്സ് ചെയ്തു, ആ കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു കമ്പൽസറി ആയിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ നിർബന്ധിതരായിട്ടാണ്. ആ രീതിയിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? ഒരു ജോലി ചെയ്ത് തീർക്കലായിരിക്കും. അപ്പൊ ഞാനൊരു 21 years-ആയി ഈ ടീച്ചിങ് മേഖലയിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ, ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ അവിടെ 3 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
വെറ്റിനറി യൂണിവേഴ്സിറ്റി, അവിടെ ലോ കോളേജ് ഓഫ് ഡാൻസ് ആൻഡ് ടെക്നോളജി, അവിടെ 4 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. സെന്റ് തോമസ് കോളേജിൽ 4 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് കോളേജ് ചാലക്കര, അവിടെ 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. കുട്ടല്ലൂർ കോളേജ്, അവിടെ 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഷെയറായിട്ട് വാങ്ങാൻ പറ്റും. ഒരു 30 രൂപയ്ക്ക് ഷെയർ വരുന്നില്ല. 30 രൂപയ്ക്ക് 40 രൂപയ്ക്ക് ഷെയർ വാങ്ങിച്ചാൽ അവർ 150 രൂപയുടെ വിലയുള്ള ആനുവൽ റിപ്പോർട്ട് നിങ്ങളുടെ മരണം വരെ അവിടെ അയച്ചിരുന്നു. ഈ ആനുവൽ റിപ്പോർട്ടുകളുണ്ടോ 300-400 പേജിൽ ബുക്ക്. ആ കമ്പനിയെ കുറിച്ചുള്ള സകലമായ ഇൻഫോർമേഷൻസും അനാലിസിസും ഇന്റർപ്രിറ്റേഷൻസും ഒക്കെ അതിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുക, 2 കമ്പനികൾ കമ്പയർ ചെയ്താൽ ഈസി ചെയ്യാൻ പറ്റും. ഏറ്റവും സിമ്പിളായിട്ട് സെക്കൻഡ് അനാലിസിസ് ആണ്. ക്വാളിറ്റി ഓഫ് ഡാറ്റ എൻഷുർഡ് ആണ്. പ്രൈമറി ഡാറ്റ ചെയ്യുമ്പോൾ സർവേ ചെയ്യുന്ന നമ്പർ മിക്കവാറും സർവേ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ധാരണ ചെയ്ത് ഇത് കള്ളത്തരം ചെയ്തുള്ള സർവേ ആണ്. ഇതൊരു സാമ്പിൾ കറക്റ്റ് ആവില്ല, സാമ്പിൾ ഇത് മറ്റേ കറക്റ്റ് ആവുന്നില്ല. അത് കാരണം ഇത് ചെയ്യുന്ന ആൾക്കാർ അത് പ്രോപ്പറായി ചെയ്യണം. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നല്ല ക്വാളിറ്റിയിൽ ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റുന്നത് സെക്കൻഡ് ഡാറ്റ അനാലിസിസ് ആണ്. സെക്കൻഡ് ഡാറ്റ ആനുവൽ റിപ്പോർട്ട്സ് സോഴ്സ് കൃത്യമായി ചെയ്യാൻ മതി. ആർക്കൊരു ഡാറ്റ വെച്ച് അനലൈസ് ചെയ്ത ഒരാൾക്ക് അത് കളത്തരം കാണിച്ച് ഡാറ്റ ആരും പറയില്ല. കാരണം ആർമി പബ്ലിഷ് ഡാറ്റയാണ്. ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ ഒരു ഡാറ്റ കളത്തരം കാണിച്ചത് ആരും പറയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത്. സമയം ഒരു ഘടകമാണ്. മിക്കവാറും സമയം മൊബൈലിൽ കളിച്ച് ഗെയിം കളിച്ച് വർത്താനം പറഞ്ഞ് സിനിമയും കണ്ട് നടന്ന് ഇത് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. ഏതൊരു കാര്യത്തിനും അതിൻ്റെതായ സമയം കൊടുക്കണം. ഇതിനും ആവശ്യമായ സമയം ഇപ്പോൾ കോളേജ് ഏകദേശം 1 കൊല്ലം സമയം പ്രൊവൈഡ് ചെയ്യുന്നത്. സമാധാനത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഇഷ്ടം സാധാരണ കോളേജിലെ മാത്രം സർവേ ബേസ്ഡ് ആണെങ്കിൽ എടുത്ത് കളക്ട് ചെയ്ത് സെക്കൻഡ് ഡാറ്റ ആണെങ്കിൽ 5 വർഷം എടുക്കണം. അല്ലാതെ 50 വർഷം നമ്മൾ എടുക്കില്ല. ഒരു സാമ്പിൾ എടുക്കും. സാമ്പിൾ എന്ന് പറയുമ്പോൾ റെപ്രസെന്റിംഗ് ദ യൂണിവേഴ്സ്, റെപ്രസെന്റിംഗ് ദ പോപ്പുലേഷൻ. അത് അനാലിസിസ് നടത്തി അതിനൊരു പ്രോബ്ലം, നമ്മളെല്ലാവരും പ്രോബിലിറ്റിയാണ്. ഈ സാമ്പിള് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോപ്പുലേഷനെ കുറിച്ച് പറയണം. അപ്പൊ നമ്മൾ ഒരു പരിധി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബിലിറ്റിയാണ് അതിനുള്ളത്. സാമ്പിളിനെ വെച്ച് പോപ്പുലേഷനെ കുറിച്ച് ഇൻഫറൻസുകളും ഇന്റർപ്രിറ്റേഷൻസും ഉണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഒരു അനാലിസിസ് സാധ്യതയിൽ ഇത് ചെയ്യുന്ന രീതി കറക്റ്റായാൽ ബിസിനസ്സും കറക്റ്റാവും. മീനിങ് ആയിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം തെറ്റ് പറ്റിയാലും ഒരു ബിസിനസ് വന്നാലും അത് ജെന്യൂനാണ്. റോങ് ആയിട്ട് കളക്ട് ചെയ്തതിനേക്കാൾ നല്ലത് ജെന്യൂനായിട്ട് ചെയ്തിട്ട് തെറ്റ് പറ്റിയാലും അത് ആ രീതിയിൽ കണ്ടു. ഇതോടുകൂടി പറഞ്ഞ് എൻ്റെ മക്കളെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും ഭാഗത്തുനിന്നുള്ളത് നമ്മുടെ സ്റ്റാഫിന്റെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ പേരിലൊക്കെ നന്ദി പറയുന്നു. പക്ഷെ അത് മാത്രം പോരാ, നമ്മുടെ റെപ്രസെന്റേറ്റീവ് നമ്മുടെ ഡാഡും Good afternoon, everyone. It's my privilege and pleasure to deliver the vote of thanks on the behalf of the class for today's insightful orientation session titled Project Genesis Laying the Foundation. First and foremost, I extend our heartfelt gratitude to Dr. Dean Martin C. Sir. Your expert guidance and practical insights and clear explanation have truly laid a strong foundation for our final year project preparations. Thank you for enlightening us with your valuable experience and time. A special thanks to our respected principal and management for providing us with the platform and support to organize such meaningful academic section. To our head of department, Ms. Savida, thank you for your